അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2ാം ഭാഗത്തിലെ 10ാമത്തെ പാഠം അസ്സക്ത. സക്തയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് സക്ത എന്നുള്ളത് പാഠത്തിൽ വരുന്നുണ്ട്. ശ്വാസം വിടാതെ അല്പം അടങ്ങുക എന്നാണ് സക്ത എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമ. അതായത് ഇവിടെ ഒരു സീന് വന്നിട്ടുണ്ടല്ലോ, ഇതാണ് സക്തയുടെ അടയാളം. ശ്വാസം വിടാതെ അല്പസമയം ഒന്ന് സ്റ്റെക്കാവുക, എന്നിട്ട് ബാക്കി ഓതുക. ശ്വാസം വിടാനും പാടില്ല, ശ്വാസം വലിക്കാനും നിൽക്കണ്ട. നമ്മൾ ആയത്ത് ഓതുന്ന സമയത്ത് വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമ അങ്ങനെ ഓതി പോവുക. അവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് സ്റ്റെക്കാവുക, ശ്വാസം വിടരുത്. ശ്വാസം വിടാതെ ഒന്ന് അവിടെ സ്റ്റെക്കായതിനു ശേഷം ബാക്കി ഓതുക. അതിനാണ് സക്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മിൻ മർഖദിനാ ഹാദാ. അവിടെ എന്ത് ചെയ്യും? ശ്വാസം വിടരുത്. ഒരല്പസമയം ഒന്ന് അവിടെ അടങ്ങുക. നമ്മുടെ ഓത്ത് അവിടെ നിന്ന് നിർത്തുമ്പോൾ ശ്വാസം വിടരുത്. അതാ പറഞ്ഞത്. മിൻ മർഖദിനാ ഹാദാ, അതിനാണ് സക്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം ഏതാ? വഖീല മൻ റാഖ്. വഖീല മൻ റാഖ്. വഖീല മൻ റാഖ്. ഒരല്പസമയം അടങ്ങിയതിന് ശേഷം റാഖ് എന്ന് പറയാം. അതിനാണ് എന്താ പറയുക? സക്ത എന്ന് പറയുക. ആ അടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ശ്വാസം വിടരുത്. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. കല്ലാ ബൽ റാന. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ബൽ റാന, അല്പസമയം ഒന്ന് അടങ്ങുന്നു, ശ്വാസം വിടാതെ അല്പസമയം അവിടെ അടങ്ങുന്നു. അതിനാണ് സക്ത എന്ന് പറയുന്നത്. ഇനി നമുക്ക് വായിച്ചു നോക്കുക. ഈ ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീന് അല്ലേ, ഓരോ ആയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടില്ലേ സീന്, അവിടെയാണ് സക്ത ചെയ്യുന്നത്. എന്ന അടയാളത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സ്ഥലങ്ങളിലെല്ലാം ശ്വാസം വിടാതെ അല്പം അടങ്ങണം. അങ്ങനെ ആ സീന് കൊടുത്തിടത്തേക്ക് എന്ത് ചെയ്യണം? ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഇതിന് സക്ത എന്ന് പറയുന്നു. ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സക്ത എന്ന് പറയുന്നത്. ഖുർആനിൽ സക്തയുള്ളത് മുകളിൽ കൊടുത്ത 4 സ്ഥലങ്ങളിലാണ്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സക്ത വന്നിട്ടുള്ളത് 4 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ആ 4 സ്ഥലങ്ങളും നമ്മുടെ പാഠത്തിൽ നമുക്ക് കാണിച്ചു തന്നു. ഓരോന്നിൻ്റെ മുകളിൽ കണ്ട സീനില്ലേ? ഇവജ ഖയ്യിമ മിൻ മർഖദിനാ ഹാദാ വഖീല മൻ റാഖ്. വഖീല മൻ റാഖ്. ഒരല്പസമയം ഒന്ന് അടങ്ങിയതിന് ശേഷം ബാക്കി ഓതുക. അവിടെ ആ അടങ്ങുന്ന സമയത്ത് എന്ത് വിടരുത്? ശ്വാസം വിടരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്ര സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൽ സക്ത വന്നിട്ടുള്ളത്? 4 സ്ഥലങ്ങളിലാണ് സക്ത വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നുജീബ്, ഉത്തരമെഴുതാനാണ്. ഒന്ന് സക്തയുടെ അടയാളമെന്ത്? ആൻസർ പാഠത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചെറിയൊരു സീൻ അതിൻ്റെ മുകളിൽ എഴുതിയായിട്ട് കാണാം. ആ സീനാണ് സക്തയുടെ അടയാളം. 2, സക്ത ചെയ്യേണ്ടത് എങ്ങനെയാണ് സക്ത ചെയ്യേണ്ടത്? ശ്വാസം വിടാതെ അല്പം അടങ്ങുക. ശ്വാസം വിടാതെ അല്പം അടങ്ങിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സക്ത ചെയ്യേണ്ടത്. ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പാഠത്തിലൂടെ പഠിച്ചല്ലോ. ഇനി രണ്ടാമത്തെ, നഖ്റഉൽ ഖുർആന വ നുമയ്യിസു മവാദി അസ്-സക്ത. ഖുർആനിൽ താഴെ കൊടുത്ത ആ സൂറത്തുകൾ കൊടുത്തിട്ടുണ്ട്, 4 സൂറത്ത്. ഇപ്പോൾ ഉദാഹരണം കൊടുത്ത തന്നെ അത് ഖുർആനിൽ നിന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സക്ത ചെയ്ത് ഓതി പഠിക്കാനാണ്. ഒന്നാമത്തെ കൊടുത്തിട്ടുള്ള സൂറത്ത് യാസീനിലെ 51-ാമത്തെ 54-ാമത്തെ ആയത്തിൻ്റെയും ഇടയിലാണ് ആ സക്ത വന്നിട്ടുള്ളത്. അതുപോലെ സൂറത്തുൽ കഹ്ഫിൽ 1-ാമത്തെയും 4-ാമത്തെയും ആയത്തിൻ്റെ ഇടയിലാണ് സക്ത വന്നിട്ടുള്ളത്. സൂറത്തുൽ ഖിയാമയിൽ 25, 28 ഈ ആയത്തുകൾക്ക് ഇടയിലാണ് സക്ത വന്നത്. സൂറത്തുൽ മുത്തഫിഫീന 12 മുതൽ 16 വരെയുള്ള ആയത്തുകൾക്കിടയിൽ, ഇതിൻ്റെ ഇടയിലായിട്ടാണ് ആ സക്തയുടെ ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്ത് പഠിക്കാനാണ്. ഓരോന്നും നമ്മുടെ പാഠത്തിൽ കൊടുത്ത ഉദാഹരണങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അത് അവിടെ നിന്ന് നോക്കി കണ്ടെത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തഖ്സീസ്. നഖ്റ സൂറത്ത് ഖാഫ് വ നക്തശിഫു താഉൽ മജ്റൂറ വൽ മർബൂത്ത. സൂറത്ത് ഖാഫ് താഉൽ മജ്റൂറയും മർബൂത്തയും ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ തഖ്സീസ് ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിൽ തദ്രീബാത്ത് കഴിഞ്ഞു. നമ്മുടെ തജ്വീദുൽ ഖുർആനിലെ അവസാനത്തെ പാഠത്തിൽ തദ്രീബാത്താണ് നമ്മൾ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമം അനുസരിച്ച് പാരായണം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പരീക്ഷകളൊക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കേട്ട് വിശദമായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.